വയനാട്ടിലെ ദുരന്തത്തിന് ശേഷമുള്ള പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പരമാവധി വേഗത്തിൽ ചില പ്രധാനപ്പെട്ട കടമ്പകൾ കടക്കാൻ ഔപചാരികമായിട്ടുണ്ട് എന്നുള്ളതൊഴിച്ചാൽ പരമാവധി വേഗത്തിൽ അത് നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം തന്നെയാണ് ഗവൺമെൻറ് നടത്തുന്നത് എന്നാണ് പൊതുവായി സർക്കാരിന് തോന്നുന്ന ഒരു കാര്യം. അവിടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് അഥവാ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗത കുറഞ്ഞോ എന്ന് സ്വാഭാവികമായിട്ടും മാസം എണ്ണി നോക്കുന്ന ചില ആളുകൾക്ക് തോന്നാവുന്ന വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് ശരിയായിരിക്കാം. എന്നാൽ വളരെ കൃത്യമായി ദുരന്തം നടന്നത് മുതലുള്ള ടൈം ടേബിൾ എടുത്ത് കലണ്ടർ വെച്ച് നോക്കിയാൽ ആ പ്രവർത്തനങ്ങളിൽ ഒരു വൈകല്യമില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിൽ ജൂലൈ 30 കഴിഞ്ഞാൽ 17 ക്യാമ്പുകളിലായി താമസിക്കപ്പെട്ട ആളുകളെ ഏറ്റവും വേഗത്തിൽ ആഗസ്റ്റ് 23 വൈകുന്നേരമാകുമ്പോഴേക്ക് എല്ലായിടത്തു നിന്നും വാടക വീടുകളിലേക്കോ ബന്ധു വീടുകളിലേക്കോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിലേക്കോ മാറ്റുന്നതുൾപ്പെടെയുള്ള പ്രാഥമികമായ കാര്യങ്ങൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്തതാണ്. ആഗസ്റ്റ് 23 അവിടെ സന്ദർശിച്ച ബഹുമാനപ്പെട്ട അന്നത്തെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ആലോചനാ യോഗത്തിൽ ദുരന്തബാധിതരായ എല്ലാവരും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള അവസരം ഉണ്ടാകണം എന്ന നീറുന്ന വേദനയാണ്. ദൈവം പലതായി ഞങ്ങളെ പിരിച്ചു, ഇനിയും ഞങ്ങൾക്ക് പുനരധിവാസ കേന്ദ്രങ്ങളിലെങ്കിലും ഒറ്റപ്പെടാനാകില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണം എന്ന ഒരു പൊതു പ്രശ്നമാണ് അവിടെ ഉന്നയിക്കപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 30 ദുരന്തമുണ്ടായതെങ്കിൽ 62 ദിവസം കഴിഞ്ഞ് ഒക്ടോബർ 3 തന്നെ അവിടെ ഏറ്റവും സുരക്ഷിതമെന്ന് ജോൺ മത്തായി കണ്ടെത്തിയിട്ടുള്ള 2 എസ്റ്റേറ്റുകൾ തത്വത്തിൽ ഏറ്റെടുക്കാനുള്ള ക്യാബിനറ്റ് തീരുമാനമുണ്ടായി. ഒക്ടോബർ 4 തന്നെ ഗവൺമെൻറ് ഉത്തരവായി ഇൻ പ്രിൻസിപ്പൽ സാങ്ഷനായി ഭൂമി ഏറ്റെടുക്കാനുള്ള 2 എസ്റ്റേറ്റുകളുടെ കാര്യത്തിൽ ഔപചാരികമായിട്ടുള്ള തീരുമാനം എടുക്കുകയുണ്ടായി. ഒക്ടോബർ 4 പുറത്തിറങ്ങിയിട്ടുള്ള ജിയോ പ്രകാരം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് മറ്റ് തടസ്സം ഉണ്ടായില്ലെങ്കിൽ ഇപ്പോഴേതാണ്ട് വീടുകളുടെ ഡിൻഡർവാൽക്കൽ നടപടികൾ വരെ പൂർത്തിയാകുമായിരുന്നു എന്നാണ് കണക്ക് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. എന്തുവാകട്ടെ, അതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിൽ കോടതി അവസാനം തീരുമാനം പറഞ്ഞത് 2.5 മാസത്തിന് ശേഷം ഡിസംബർ 27 ഡിസംബർ 27 തീരുമാനമുണ്ടായി 4 ദിവസം കൊണ്ട് ജനുവരി 1 ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട ഏജൻസികൾ ഉൾപ്പെടെ അവിടെ പണിയാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ രൂപരേഖ അടക്കമുള്ള സകല പരിപാടികളും പൂർത്തീകരിക്കാനായി. പക്ഷെ നമുക്കുണ്ടായിരുന്നൊരു പ്രശ്നം, സ്വാഭാവികമായിട്ടും ഒരു ഏരിയൽ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തി ഫിസിക്കലായ ടെസ്റ്റ് നടത്താൻ നിൽക്കുമ്പോഴാണ് കോടതി ഇടപെടുകയും ഫിസിക്കലായിട്ടുള്ള വെരിഫിക്കേഷൻ ഒരു കാരണവശാലും പാടില്ല എന്ന വിധത്തിൽ സ്റ്റേ അന്ന് കോടതി കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസംബർ 27 ദുരന്ത നിവാരണ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ അവസരം കിട്ടിയ സാഹചര്യത്തിൽ അതിവേഗം ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇപ്പോൾ ആ ഭൂമിയിൽ നടത്തേണ്ട ടോപ്പോഗ്രാഫിക്കൽ സർവേ, ജിയോളജിക്കൽ സർവേ, ഹൈഡ്രോളജിക്കൽ സർവേ, ഈ 3 സർവേകളും ഫീൽഡ് വിസിറ്റും പൂർണ്ണമായി പൂർത്തീകരിച്ചു. അതുമാത്രമല്ല, ഈ 2 മാസക്കാലത്തിനിടയിൽ ആ 2 എസ്റ്റേറ്റുകളുടെയും സോയിൽ ടെസ്റ്റും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ കരുതുന്നത് ഫീൽഡ് സർവേയും പൂർത്തീകരിച്ച് ഒരുപക്ഷെ LARR 2013 അനുസരിച്ചുള്ള നഷ്ടപരിഹാര തുക കണക്കാക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രക്രിയയാണ്. അവിടെ ഉണ്ടാകുന്ന ഭൂമി അളവെടുക്കണം. ഭൂമി അളവെടുക്കുമ്പോൾ തന്നെ നേരത്തെ അവിടെ താമസിക്കുന്നവരും നേരത്തെ ഈ എസ്റ്റേറ്റുകളിൽ ഏതെങ്കിലും വിധത്തിൽ ബാധ്യതയുള്ളതുമായിട്ടുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കി ബാധ്യതാരഹിതമായിട്ടുള്ള ഭൂമി പ്രത്യേകമായി സർവേ ചെയ്യണം. ബാധ്യതയുള്ളൊരു ഭൂമിയും ഏറ്റെടുക്കുന്നില്ല, അവിടെ താമസിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല, അവിടുത്തെ ഏതെങ്കിലും വിധത്തിലുള്ള അവർ ഈട് കൊടുത്ത സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. ബാധ്യതാരഹിത സ്ഥലങ്ങൾ കണ്ടെത്തണം, ആ സ്ഥലങ്ങളുടെ വാല്യുവേഷൻ നിശ്ചയിക്കണം, അവിടെയുള്ള ഇലകളുടെയും ചെടികളുടെയും കെട്ടിടങ്ങളുടെയും വാല്യുവേഷൻ എടുക്കണം. ഇതെല്ലാം പൂർത്തീകരിച്ചു. 15 ദിവസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ സമ്പൂർണ്ണമായി പൂർത്തീകരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് നടപടികൾ ഈ ഘട്ടത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് തോന്നുന്നത്. ലിസ്റ്റുകൾ വളരെ 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 ക്ലിയറായി ആ ലിസ്റ്റുകൾ ഓരോ ഘട്ടത്തിലും നടപടികൾ പൂർത്തീകരിച്ചാണ് എടുക്കുന്നത്. ഫേസ് 1 അന്തിമ ലിസ്റ്റ് 242 ആളുകളുടെ പേരോടെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അതിന് നിയതമായിട്ടുള്ള നിയമാവലി ഉണ്ടായിരുന്നു. ദുരന്തം നടന്ന് വീട് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ പേരുൾപ്പെടുന്നതാണ്
ഫേസ് 1ൻ്റെ ലിസ്റ്റ്. ആ ലിസ്റ്റ് 15 ദിവസക്കാലം ആളുകളുടെ ആക്ഷേപം കേൾക്കാൻ വെച്ചു. ആ 15 ദിവസക്കാലത്തിന് ശേഷം 10 ദിവസം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. 1ാം ലിസ്റ്റ് അന്തിമമായി. 2ാമത്തെ ലിസ്റ്റ് ഫേസ് 2, അതായത് ജോൺ മത്തായി വരച്ച രേഖയുടെ അകത്തുപെടുന്ന നോഗോ സോണിലെ ആളുകൾ 81 പേരാണ് കരടിൽ കണ്ടിരുന്നത്. അതിൽ അപ്പീല് അഥവാ പരാതി ഇപ്പോൾ ശേഖരിച്ചു വരികയാണ്. ആ പരാതി ശേഖരിക്കാനുള്ള ദിവസം മാർച്ച് 7-ാം തീയതിയോടുകൂടി പൂർത്തിയാക്കും. അതുകൂടി കഴിഞ്ഞാൽ ആ നടപടികൾക്ക് നമുക്ക് പോകാൻ വേണ്ടി കഴിയും. 2B ലിസ്റ്റും ഇപ്പോൾ നമ്മൾ പ്രസിദ്ധീകരിച്ചു. 13-ാം തീയതി വരെ 2B ലിസ്റ്റിൽ അപ്പീൽ കൊടുക്കാനുള്ള അഥവാ പരാതി കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ സാധാരണ നിലയിൽ റവന്യൂവും പഞ്ചായത്ത് അധികൃതരും സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധന കഴിഞ്ഞ് ലഭ്യമായ ഓരോ അപേക്ഷകളിലും തീരുമാനമെടുത്തതിന് ശേഷം നമുക്ക് ആ ലിസ്റ്റ് അന്തിമം ആകും. സ്വാഭാവികമായിട്ടും എവിടെയോ ഒരു ജനപ്രതിനിധി തന്നെയാണ് പറയുന്നത് കേട്ടത്, സർക്കാർ പ്രഖ്യാപിച്ച ലിസ്റ്റ് സർക്കാർ ഇതുവരെ ലിസ്റ്റ് തൊട്ടിട്ടില്ല. സർക്കാർ ലിസ്റ്റ് തൊടേണ്ട ഘട്ടമായിട്ടുമില്ല. ഈ ലിസ്റ്റ് പൂർണ്ണമായിട്ടും നടത്തുക അവിടുത്തെ DDMA ആണ്, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ്. എന്ന് മാത്രമല്ല, മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ ജനപ്രതിനിധികളായിട്ടുള്ളത് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ട്. ജില്ലാ കളക്ടർ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് വൈസ് ചെയർമാനുമായ ഒരു ബോഡിയാണ്. ഇത്തവണ പഞ്ചായത്തുകാർക്ക് കൂടി ഒരു ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി, ഒരാശങ്കയും ഇല്ലാതിരിക്കാൻ വേണ്ടി 3 ലിസ്റ്റുകളുടെയും കരട് യോഗം ചർച്ച ചെയ്തപ്പോൾ പ്രത്യേക ക്ഷണിതാക്കളായി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള വാർഡ് മെമ്പർ ബാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് രാധ, പഞ്ചായത്തിൻ്റെ ഈ 2 10, 11, 12 വാർഡുകളിൽ 1 പ്രസിഡൻറ്റിൻ്റെ വാർഡാണ്, മറ്റ് വാർഡുകളിലുള്ള സുകുമാരനും നൂറുദ്ദീനും ഉൾപ്പെടെയുള്ള 2 മെമ്പർമാർ, അവരൊപ്പിട്ടിട്ടുള്ള മിനിറ്റ്സിൻ്റെ കോപ്പി നമ്മുടെ കയ്യിൽ വളരെ ഭദ്രമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി പറയുകയാണ്. അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകില്ല. സർക്കാരല്ല ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. സർക്കാരിന് അപേക്ഷ തരേണ്ട സമയം ഇനി വേണമെങ്കിൽ ഉണ്ടാകാം. അതല്ലാതെ ഇപ്പോൾ കരട് ലിസ്റ്റ് കേൾക്കുന്നതും പ്രസിദ്ധീകരിക്കുന്നതും ആശങ്കകൾ കേട്ട് ഫൈനലാക്കുന്നതും അവിടുത്തെ കമ്മിറ്റിയാണ്. അവരുടെ പേരിൽ അത് പ്രസിദ്ധീകരിച്ചു. ഫേസ് 2Bയിൽ മാത്രമാണ് കരട് അവസാനം ഫൈനലൈസ് ചെയ്യുമ്പോൾ ഒരു 16 പേരുകൾ കൂടി നിർദ്ദേശമായിട്ട് ഉയർന്നു. അവരോട് പരാതി കൊടുക്കാൻ ബന്ധപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ പരാതി കിട്ടിയാൽ അതുകൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക. ഏതാണ്ട് നമുക്ക് ഈ 2 ആഴ്ചക്കകം തന്നെ ലിസ്റ്റും നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ കരുതുന്നത്. നേരത്തെ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ 5 സെൻറ്റ് ഭൂമിയായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. ആളുകളുടെ എണ്ണം വെച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് അന്നേ പറഞ്ഞിരുന്നു. അതൊരു ഇരുമ്പൊലക്കല്ല എന്ന് ഞങ്ങൾ അന്നേ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഫിസിക്കലായി അവിടെ സർവേ നടത്തി പരിശോധിച്ച് വരുമ്പോൾ 7 സെൻറ്റ് വീതം, നല്ല ഒത്ത നഗരമാണ് എൽസ്റ്റോൺ എസ്റ്റേറ്റ്, 7 സെൻറ്റ് വീതം ഭൂമി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്താൻ വേണ്ടി ആലോചിച്ചു. അപ്പോൾ അതനുസരിച്ച് ഡിസൈനിൽ ചില മാറ്റം വരുത്തണം. ഇന്നത്തോടുകൂടി ഡിസൈനിലെ മാറ്റം പൂർണ്ണമായി തീർത്ത് ആ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനം. 2B ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടായിരുന്നൊരു പ്രശ്നം, ഐസൊലേറ്റായ ആളുകളെ പൂർണ്ണമായും ലിസ്റ്റിൽ വരണം എന്ന് നമ്മൾ ആലോചിച്ചിരുന്നു. അതായത് ഒരു കാരണവശാലും ഇനി അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റില്ല, പാലങ്ങളും റോഡുകളും ഒക്കെ തകർക്കപ്പെട്ടതിൻ്റെ പേരിൽ. ഇപ്പോൾ നമുക്ക് സാസ്കി ഫണ്ടിൽ നിന്ന് കിട്ടിയ 529 കോടി രൂപയും അതുപോലെ തന്നെ കോടതി ഇടപെട്ട് മാറ്റിയെടുത്ത ഒരു 120 കോടി രൂപയും വെച്ചുകൊണ്ട് അവിടെയുള്ള തകർന്ന പാലങ്ങളും റോഡുകളും കെട്ടിടങ്ങളും ഉൾപ്പെടെ സകലതും പുതുക്കി പണിയാനുള്ള സൗകര്യങ്ങളിലേക്കുള്ള എസ്റ്റിമേറ്റ് എല്ലാം എടുത്ത് ഫൈനലൈസ് ചെയ്തതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് പോകാൻ പോവുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ 4 പാലങ്ങൾ ഇപ്പോൾ നമുക്ക് അവിടെ നിർമ്മിക്കേണ്ടതായിട്ട് വരും. അതിലേറ്റവും പ്രധാനം നിലവിലുള്ള ബെയിലി പാലത്തിന് പകരമായിട്ടുള്ള പാലാണ്. ആ പാലത്തിൻ്റെ പ്രത്യേകത തന്നെ ഒരു സിംഗിൾ സ്പാൻ ബ്രിഡ്ജാണ് ഇപ്പോൾ പണിയാൻ പോകുന്ന പുതിയ പാലം. പഴയ പാലം കണ്ടവർക്കെല്ലാം അറിയാം, പുഴയുടെ നടുവിലാണ് അതിൻ്റെ സ്പാൻ ഉണ്ടായിരുന്നത്. 2-3 സ്പാനുകളായിരുന്നു, അത് തകർന്നു. അവിടെയാണ് നമ്മൾ കല്ലിട്ട് പ്രത്യേകിച്ചുള്ള ഗാബ്രിക് വാലിയൊക്കെ തീർത്തിട്ടുള്ള ബെയിലി പാലം വന്നത്. ബെയിലി പാലം വരുമ്പോൾ സിംഗിൾ സ്പാൻ ബ്രിഡ്ജായിട്ട് പാലത്തിൻ്റെ തൂണുകളൊന്നും പുഴയുടെ നടുവിലോ ഓരത്തോ വയ്ക്കാത്ത വിധം നമുക്കവിടെ പോയവർക്കറിയാം 2 പാറകളെ കണക്ട് ചെയ്യുന്ന വിധത്തിലായിരിക്കും പുതിയ ബെയിലി പാലത്തിന് പകരമുള്ള പാലം വരാൻ വേണ്ടി പോകുക. അതൊരു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു റെസ്ക്യൂ പോയിൻ്റായി. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ദുരന്തമുണ്ടായാൽ ഏറ്റവും സുരക്ഷിതമായ ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമായിട്ട് മാറും. ഇങ്ങനെയാണ് ബാക്കിയെല്ലാം നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് GLPS 8-ാം നമ്പർ റോഡിൻ്റെ ഭാഗമായിട്ടുള്ള പാലം ഒരു
ഒരു അവിടെയുള്ള ആളുകൾക്കറിയാം ഒരു നടപ്പാലായിരുന്നു അതിപ്പോൾ മോർട്ടബിളായിട്ടുള്ള ഒരു പാലമായിട്ട് മാറാൻ പോവുകയാണ്. മുണ്ടക്കൈ മോസ്കിൻ്റെ ആ വലിയ കല്ല് കടന്നിരുന്ന ആ ഭാഗത്തൊരു പുതിയ പാലം ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. പുഞ്ചിരിമുറ്റത്ത് നിന്ന് വനറാണിയിലേക്ക് പോകുന്ന വഴി ഇപ്പോൾ ഏതാണ്ട് വലിയ പുഴയേക്കാൾ വലിയ ഗർത്തമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അവിടേക്ക് വാഹനം ഉൾപ്പെടെ പോകാൻ കഴിയുന്ന വിധത്തിലൊരു പാലവും ഇതിൻ്റെ ഭാഗമായിട്ട് പണിയുന്നുണ്ട്. ചൂരമല അട്ടമല റോഡ് നമ്മൾ ഈ സാസ്കിയിൽപ്പെടുത്തിയാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ 8 പ്രധാനപ്പെട്ട റോഡുകളും 4 പാലങ്ങളും ബാക്കി ചെറുകിട റോഡുകളും അവിടെയുള്ള തകർന്ന സർക്കാർ സ്ഥാപനങ്ങളും മുതൽ ഏതാണ്ട് അവിടുത്തെ കുറഞ്ഞ കർഷകരാണെങ്കിലും ക്ഷീര കർഷകർ പാലളക്കുന്ന പാൽ സൊസൈറ്റി അടക്കം പുനരുജ്ജീവിപ്പിക്കാനുള്ള പരിപാടികൾ നമ്മൾ വിപുലമായി തയ്യാറാക്കിയിരുന്നു. അവിടുത്തെ ചികിത്സകളുടെ ഭാഗമായി തുടർ ചികിത്സയെ സംബന്ധിച്ചൊരു പരാതി നേരത്തെ ഉന്നയിക്കപ്പെട്ടിരുന്നു. അതിലും ഒരു പ്രശ്നവുമില്ല. അതുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായ ചികിത്സയാണ്. ദീർഘകാലത്തെ ചികിത്സ സർക്കാർ ആശുപത്രികളിൽ ലഭ്യമായില്ലെങ്കിൽ മെഡിക്കൽ ബോർഡ് പരിശോധിച്ച് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ ഏത് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിക്കാനുള്ള അനുവാദം കൊടുക്കും. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കുന്നവരുടെ ബില്ലുകൾ DMOന് നൽകി DMO പ്രത്യേകമായിട്ട് ഒരു സമിതി വെച്ച് അന്വേഷിച്ചത് പരിശോധിച്ചാൽ അതനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അടിയന്തരമായി ചികിത്സ വേണ്ടവർക്ക് മെഡിക്കൽ ബോർഡിനെ ഒന്നും കാണാതെ KSP എംപാനൽ ചെയ്ത ആശുപത്രികളിൽ അടിയന്തര ചികിത്സയ്ക്ക് വിധേയമാക്കാം. അവരുടെ ബില്ല് പിന്നീട് മെഡിക്കൽ ബോർഡിന് നൽകി അംഗീകരിച്ച് അവർക്ക് മേടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണം എന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇതിൻ്റെ ഭാഗമായി നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഈ ലിസ്റ്റുകളെക്കുറിച്ച് ചില മറ്റ് സംശയങ്ങൾ, ഞാനിത് ചില മാധ്യമങ്ങൾ ചില ആളുകളുടെ പേരൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ വളരെ സങ്കടകരമായിട്ട് പിന്നെ ഞാൻ ആ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അവിടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായി ബന്ധമുള്ള ആളുകളാണ് എന്നുള്ളത് കൊണ്ട് പല ആളുകളും അങ്ങനെ വിളിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ലത ചേച്ചി വിളിച്ചു. അവിടെ ഒറ്റപ്പെട്ടു പോയ ഭർത്താവ് മരിച്ച ഒരു കുടുംബത്തിൽ നിന്ന് അവരുടെ മോതിരം കിട്ടിയതിൻ്റെ സന്തോഷം അറിയിക്കുക. അങ്ങനെ ഓരോരുത്തർ സ്ഥിരമായി വിളിക്കലുണ്ട്. അപ്പോൾ ഞാൻ അന്വേഷിച്ചു. അപ്പോൾ മാധ്യമങ്ങളൊന്ന് ജനങ്ങളോട് പറയേണ്ടത്, ഇപ്പം നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റ് ദുരന്തബാധിത ലിസ്റ്റല്ല. ഇപ്പം നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റ് ദുരന്തബാധിതരിൽ വീട് നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റാണ്. ഒരു വീട്ടിലൊരാൾ മരണപ്പെട്ടതിന് പകരം ഒന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ CMDRFും STRFും PMDRFും വെച്ചുകൊണ്ട് 8 ലക്ഷം രൂപ കൊടുക്കും. ഒരു വീട്ടിൽ ആൾ മരണപ്പെട്ടില്ലെങ്കിലും ആ വീട് നഷ്ടപ്പെട്ടാൽ വീട് പുതുക്കി പണിയാനുള്ള സൗകര്യം, അതായത് ടൗൺഷിപ്പ് വേണ്ടെന്ന് തീരുമാനിക്കുന്നവർക്കും സൗകര്യം കൊടുക്കും. ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഈ ലിസ്റ്റിൽ പെട്ടാലേ ഏതെങ്കിലും വിധത്തിലുള്ള സഹായം. അങ്ങനെയല്ല. 1038 പേർക്കുള്ള 10,000 കൊടുത്തതിന് പ്രത്യേക ലിസ്റ്റ് വേണ്ട. 2188 പേർക്കാണ് 300 രൂപ വീതം നമ്മൾ 3 മാസക്കാലത്തേക്ക് കൊടുത്തത്. അത് 9 മാസക്കാലത്തേക്ക് കൂടി നീട്ടാനാണ് സർക്കാർ ആലോചിക്കുന്നത്. 9 മാസക്കാലത്തേക്ക് കൂടി അത് നീട്ടാനാണ് സർക്കാർ ആലോചിക്കുന്നത്. അവിടെ നമ്മൾ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഡിവൈഡ് ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷേ അനാവശ്യമായിട്ടുള്ള പല വിവാദങ്ങളും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ തീർന്നു. എങ്കിലും ഇനി അവരുടെ ഉപജീവനത്തിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ, അങ്ങനെ സാമഗ്രികൾ കൊടുത്താൽ പിന്നെ പൂക്കലും പൊടിക്കലും സൂക്ഷിച്ചു വെക്കലും തെരഞ്ഞെടുപ്പിന് വേണ്ടി എടുത്തു വെക്കലും പിന്നെ ആളുകളുടെ പേരടിക്കലും ഒക്കെ വരാതിരിക്കാൻ ഈ മാസം മുതൽ നമ്മൾ 1000 രൂപയുടെ സപ്ലൈകോയുടെ ഒരു കാർഡ് ഈ വാടക വീടുകളിൽ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് സപ്ലൈകോയിൽ നിന്ന് ആവശ്യമായ സാധനങ്ങൾ 1000 രൂപയുടെ പലചരക്ക് സാധനങ്ങൾ അവർക്ക് മേടിക്കാൻ കഴിയുന്ന വിധത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിധത്തിൽ നമ്മൾ ഈ നടപടിക്രമങ്ങളൊക്കെ കൃത്യതയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ തയ്യാറാക്കിയ 1ാമത്തെ ഫേസ് ലിസ്റ്റും 2ാം ഫേസ് ലിസ്റ്റും വീട് നഷ്ടപ്പെട്ടവരുടെ മാത്രമാണ്. മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ആ മൈക്രോ പ്ലാനിൽ ഇവരല്ല 1038 കുടുംബങ്ങളുണ്ട്. ഉദാഹരണത്തിന് ചൂരൽമലയിൽ പോയ ആളുകൾക്കറിയാം, ചൂരൽമലയിൽ 600ഓളം ഏതാണ്ട് പിന്നെ ജീപ്പുകൾ സർവീസ് നടത്തുന്നുണ്ട്. അവരുടെ ആകെ ഓട്ടം ഈ സ്വപ്ന നഗരിയിലേക്കുള്ള യാത്രയാണ്. അത് പൂർണ്ണമായും തകർന്നു പോയി. അവർക്ക് ജീപ്പ് നഷ്ടപ്പെട്ടിട്ടില്ല, അവർക്ക് വീട് നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അവരുടെ ഏക വരുമാന മാർഗം തീർന്നു. അതിന് നമുക്ക് മറുപടി ഉണ്ടാക്കണ്ടേ? ഉപജീവനത്തിൻ്റെ സഹായം വേണ്ടേ? കെട്ടിടങ്ങൾ തകർന്ന കച്ചവടക്കാരുണ്ട്. അവിടെ നമ്മളിപ്പോൾ ആലോചിക്കുന്നത് ദുരന്ത നിവാരണ വകുപ്പിൻ്റെ കൂടി നേതൃത്വത്തിൽ ഒരു റീഡിസൈനിങ് ചൂരൽമലയുടെ നഗരത്തിന് വേണ്ടി വേണം. ഈ നോഗോ സോണിൽ പെടാത്ത സ്ഥലങ്ങൾ ഉൾപ്പെടെ സ്വകാര്യ സ്ഥലങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഡിസൈൻ വേണം. ഈ വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദുരന്തബാധിതരുടെ അംഗീകരിക്കപ്പെട്ട ലിസ്റ്റിൽ നിന്ന് നമ്മളിപ്പോൾ ഈ മാസം 10, 11, 12 തീയതികളിലായി ഒരു ഓപ്ഷന് വേണ്ടിയിട്ടുള്ള ഹിയറിംഗ്
കളക്ടർ തന്നെ നേരിട്ട് നടത്തണം എന്ന് ആലോചിച്ചിരിക്കുകയാണ്. 10, 11, 12 ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്. 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അതായത് ഈ ലിസ്റ്റിൽ വന്ന ആളുകൾക്ക് വീടാണോ ആവശ്യം അതോ പോകാനുള്ള തുകയാണോ ആവശ്യം, ഈ വിധത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ അറിയാനും പണിയാൻ പോകുന്നതിൻ്റെ സ്വഭാവം കാണിച്ചു കൊടുക്കാനും ഒക്കെയായി കളക്ടർ തന്നെ നേരിട്ട് മുഴുവൻ ആളുകളെയും കേൾക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹിയറിംഗ് നടപടികൾ അവർ ഈ മാർച്ച് മാസത്തിൽ തന്നെ 10, 11, 12 തീയതികളിൽ ആരംഭിക്കും എന്നാണ് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ഈ മാസം തന്നെ 15 ദിവസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കും, ഓപ്ഷണൽ ഹിയറിംഗ് നടത്തും. ഇനി പറയാനുള്ള ഏറ്റവും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷകരമായ ഒരു കാര്യം, മാർച്ച് മാസത്തിൽ തന്നെ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു. മാർച്ച് മാസത്തിൽ നമ്മുടെ സഭ കഴിയുന്ന മുറയ്ക്ക് അപ്പോഴേക്കും ഭൂമി ഏറ്റെടുക്കലും മറ്റ് ഡിസൈനിങ് നടപടിക്രമങ്ങളും ഒക്കെ തീർക്കും. മാർച്ച് മാസത്തിൽ തന്നെ പുനർനിർമ്മിക്കപ്പെടുന്ന വീടുകളുടെ, അതായത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് ഔപചാരികമായി കടക്കാൻ കഴിയും എന്നാണ് സർക്കാർ വിശ്വസിക്കുന്നത്. ആ വിധത്തിലുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്.